ഈ അവസാന ദിവസങ്ങളിൽ സംസാരിക്കുമ്പോൾ വെപ്രാളപ്പെട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മുക്കലിലും മൂളലിലും ഒക്കെ അവസാനിക്കുന്നു. ആ ദിവസങ്ങളിലൊക്കെ തന്നെയും നമ്മൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മനസ്സിലാക്കുന്നത് വലിയ നിലയിൽ ശരീരത്തിൽ പാടുകളുണ്ടെന്നാണല്ലോ. അപ്പോൾ മർദ്ദനമേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് കൂടെയുള്ള കുട്ടികളും ഒന്നും അത്തരത്തിലുള്ള ഒരു സൂചനയും തരുന്നില്ല. ഒന്നും തന്നിട്ടില്ല. കൂടെ കൂടെ കിടക്കുന്നവർ, അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഈ വീട്ടിൽ വന്നവർ, വന്ന് ഇവിടെ കിടന്ന് ഇവിടുന്ന് ആഹാരം കഴിച്ച് അവൻ്റെ കൂടെ നടന്നു പോയവർ, അവർക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയാമായിരുന്നു. ഞാൻ അങ്ങോട്ട് അക്ഷയ് വിളിക്കുകയാണ്, 2 പ്രാവശ്യം വിളിച്ചു. അക്ഷയ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ നിനക്ക് എന്തെങ്കിലും എൻ്റെ അടുത്തൊന്ന് പറഞ്ഞുകൂടെയായിരുന്നാടാ? പക്ഷേ എൻ്റെ മുഖത്ത് പോലും നോക്കിയില്ല, കുനിഞ്ഞിങ്ങനെ ഇരുന്ന് കരയുന്നല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും, നമുക്കവിടെ പഠിക്കാൻ അവർ അനുവദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളിങ്ങനെ കൊണ്ടുവരുമായിരുന്നു. ഇതാരാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് ശ്രീമതി ഷീബ വിചാരിക്കുന്നത്? എനിക്ക് ഒരാളോ ഒരു 10 പേരോ 5 പേരോ ചേർന്നിട്ടല്ല. ഇതൊരു നല്ലൊരു ടീം അതിനകത്തുണ്ട്. അതിനകത്ത് നല്ലൊരു ടീമുണ്ട്. അതിപ്പോൾ കണ്ടുകൊണ്ട് നിന്നവർ വരെ ഒരു 150ഓളം പേര് കണ്ടുകൊണ്ടിരുന്നു എന്ന് പറയും. അവർ വരെ ഇതിൽ ഉൾപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഇവൻ ചേട്ടൻ ചേച്ചി എന്ന് പറയുമ്പോൾ അത്രയും വിശ്വാസം അവരെടുത്ത്. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഒരു കോൾ ചെയ്യായിരുന്നു, ആൻറ്റി ഞങ്ങളിങ്ങനെ ഒരു സംഭവം കണ്ടു, അടുത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു കള്ള സ്നേഹമായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. ഇവനെ കൊണ്ട് എന്തൊക്കെ ഹെൽപ്പിന് വേണ്ടി, ഇവൻ്റെ സഹായത്തിന് വേണ്ടിയൊക്കെ കൂടെ നിന്നവർ. അപ്പോൾ അവരൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഒരു ജീവൻ. അത് 16, 17, 18 3 ദിവസമാണ്, ഒറ്റ ദിവസം കൊണ്ടല്ല. അപ്പോൾ അതൊന്ന് ഏതെങ്കിലും രീതിയിൽ, അല്ലെങ്കിൽ ഓഫീസിൽ അറിയിക്കാമായിരുന്നു. ഓഫീസുകാർ ഞങ്ങളുടെ അടുത്ത് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ പോലും ഈ കുട്ടികളിലെ എൻ്റെ ബ്രദറിനെ അറിയിക്കുന്നത് വരെ ഒരു PG വിദ്യാർത്ഥിയാണ്. 12 പേര് വന്നിട്ടുണ്ട്. അതിലിപ്പോൾ 4 പേരാ ഇതിൽ പ്രതികളായിട്ടുള്ളത്. സാധാരണഗതിയിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിയ സ്നേഹം കാണിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളൊക്കെ വലിയ രീതിയിൽ സഹവർത്തിത്വം ഉണ്ടാകാറുണ്ട്. ഈ 12 പേരിൽ 4 പേര് ഇപ്പോൾ പ്രതികളാവുന്നു എന്ന് പറയുമ്പോൾ ഈ 4 പേര് ഈ ഇവനെ മർദ്ദിക്കുന്നതിലടക്കം കൂട്ടുനിന്നു എന്നല്ലേ കാണേണ്ടത്? അതെങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അമ്മ? ഇതാ ക്യാമ്പസ്. അല്ലെങ്കിൽ ഇത് ആരൊക്കെയോ അവരെ കൂടെ, ഒരാൾക്കോ 4 പേർക്കോ ചെയ്യാൻ പറ്റില്ലല്ലോ. അവരെ കൂടെ ബാക്കിൽ ആരൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഇതൊക്കെ നിയമങ്ങളില്ലേ? എന്തെല്ലാം നിയമങ്ങളുണ്ട്. എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് അറിയത്തക്ക രീതിയിലൊന്നുമില്ല. അവനെ കാണുന്നവരെല്ലാം ഫ്രണ്ട്സാണ്, അത്ര ഇഷ്ടം എല്ലാവരും. അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ പറയാം, നിനക്ക് എന്തെങ്കിലും പറഞ്ഞൂടെ, അങ്ങനെ വെറുതെ അപ്പോൾ ക്ലീൻ ഷേവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവ നല്ലപോലെ താടിയൊക്കെ വളർത്തിയിരുന്നു. ഇല്ലമ്മ ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളതാ, ഇതൊക്കെ ഒരു രസമല്ലേ, അങ്ങനെ അവൻ പറയുന്നത്. ആരെയും കുറ്റപ്പെടുത്തി പറയില്ല. അവിടെ മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും ഉപയോഗം ഉണ്ട് എന്ന് സിദ്ധാർത്ഥൻ പരാതിയായി പറഞ്ഞിട്ടുണ്ടോ വീട്ടില്? പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ പറയാം, അമ്മ ചേട്ടന്മാരെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, അതും നല്ല കൂടിയ ഇനം മദ്യം കുപ്പികളൊക്കെ കൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അത് എല്ലാ പേരും അല്ല എന്നിട്ട് എൻ്റെ അടുത്ത് പറയാം, അമ്മ എല്ലാ പേരും അല്ല, എക്സാം സമയത്ത് സഹായിക്കുന്ന ചേട്ടന്മാരുണ്ട്, നോട്ട്സൊക്കെ ഇട്ട് എന്നിട്ട് ഇതെത്രയും കവർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തരുന്ന ചേട്ടന്മാരുണ്ട്. എന്നിട്ട് അവരെന്നെ പറയുന്നു, പാസ് ഔട്ടായി പോയ കുട്ടികൾ വന്ന് അവിടെ 1-2 ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ സീനിയേഴ്സ് കുറച്ചൊരു പറയുന്നു, ഇനിയിപ്പോൾ 12 മണിയൊക്കെ കഴിഞ്ഞാൽ നിങ്ങളൊന്നും വെളിയിൽ ഇറങ്ങണ്ട, അവന്മാർ ഇനിയിപ്പോൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല, കിട്ടുന്നവരെ ഇങ്ങനെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിക്കും, നിങ്ങൾ ഇറങ്ങണ്ട കേട്ടോ എന്ന് പറയുന്നു. അപ്പോൾ ഇവരങ്ങ് റൂമിലിരിക്കും. അത്യാവശ്യത്തിന് അഥവാ ഇറങ്ങുന്നെങ്കിൽ തന്നെ 4-5 പേരായിട്ട് ചേർന്ന് പുറത്ത് ബാത്റൂമിൽ അവലും പോകണമെങ്കിൽ പോവുകയുള്ളൂ എന്ന് പറയും.
അപ്പം ഇതൊന്നും അവൻ ഭയങ്കര സീരിയസ് ആയിട്ടല്ല പറഞ്ഞത്, നമ്മുടെ കാര്യം നോക്കണം, നമുക്ക് അങ്ങനെ പ്രശ്നമില്ല അമ്മ എന്നാ പറയുന്നത്. പക്ഷേ ആ മദ്യവും മയക്കുമരുന്നും അത് അതിനകത്ത് ആ ഒരു 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 ഗ്യാങ് അതിനകത്ത് ഒഴുക്കാണ് അതിൻ്റെ. കുപ്പിയൊക്കെ ഇങ്ങനെ വരിക്ക് വെച്ചിരിക്കുന്നു എന്നാവും പറഞ്ഞു എൻ്റെ.